വളരെ കാലം മുമ്പ് ഒരു ഗ്രാമത്തിൽ പ്രായം ചെന്ന ഒരു ഡോക്ടർ താമസിച്ചിരുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണം ഗ്രാമത്തിലെ പലരും കഷ്ടപ്പെടുകയായിരുന്നു. അക്കൂട്ടത്തിൽ ഗൺ എന്നു പേരുള്ള ഒരു യുവ അധ്യാപകനും ഉണ്ടായിരുന്നു. തന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പാടുപെടുകയായിരുന്ന അദ്ദേഹം ഒരു ദിവസം ഈ ഡോക്ടറെ കാണാൻ ചെന്നു. അധ്യാപകന്റെ നിരാശ കണ്ട ഡോക്ടർ പറഞ്ഞു, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കഥ പറയാം, ഒരു മാന്ത്രിക കെറ്റിലിന്റെ കഥ. അദ്ദേഹം തുടർന്നു, ഈ കെറ്റിലിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ എന്ത് സാധനം ഇട്ടിളക്കിയാലും അത് വർദ്ധിക്കും. ഉദാഹരണത്തിന്, ഒരു ചെറിയ സ്വർണ്ണക്കട്ടി അതിലിട്ട് നന്നായി ഇളക്കിയ ശേഷം പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കെറ്റിലിനുള്ളിൽ അവശേഷിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ആ കെറ്റിലിൽ തനിയെ സ്വർണം കൊണ്ട് നിറയും. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ, ആ കെറ്റിൽ ഒരിക്കലും പൂർണ്ണമായി ശൂന്യമാകാൻ പാടില്ല. അധ്യാപകൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഇതൊരു കെട്ടുകഥയല്ലേ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഈ കെറ്റിൽ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. പക്ഷേ അതൊരു ലോഹം കൊണ്ടുള്ള പാത്രമല്ല. ആ കെറ്റിൽ എന്നത് ഒരു മനുഷ്യന്റെ മനസ്സാണ്. അദ്ദേഹം ആ രഹസ്യം വിശദീകരിച്ചു. കെറ്റിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. സ്വർണ്ണക്കട്ടി അത് പണമാക്കി മാറ്റാൻ കഴിയുന്ന വ്യക്തമായ ഒരു ആശയമാണ്. ഇളക്കൽ അതൊരു ആശയം നടപ്പാക്കാനുള്ള നിരന്തരമായ പരിശ്രമവും ആസൂത്രണവുമാണ്. ഉള്ളിൽ അവശേഷിക്കുന്ന സ്വർണ്ണത്തരി അത് ആ ആശയത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഡോക്ടർ പറഞ്ഞു, ഒരു മികച്ച ആശയം മനസ്സിൽ രൂപപ്പെടുത്തി അത് നടപ്പിലാക്കാനായി നിരന്തരം പ്രയത്നിക്കുകയും അതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് ആ ആശയത്തെ സമ്പത്താക്കി മാറ്റിത്തരും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കെറ്റിൽ ഒരിക്കലും ആ ആശയത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ശൂന്യമാകരുത്. ഈ ഉപദേശം സ്വീകരിച്ച അധ്യാപകൻ തന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആശയം കണ്ടെത്തുകയും ആ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം വലിയൊരു സമ്പത്തിന് ഉടമയായി മാറി. എല്ലാ സമ്പത്തിന്റെയും ഉറവിടം ആശയമാണ് എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. പണമോ വസ്തുക്കളോ അല്ല, മറിച്ച് വ്യക്തവും ശക്തവുമായ ഒരു ആശയമാണ് എല്ലാ നേട്ടങ്ങൾക്കും തുടക്കം.